ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GAMAT 101 CSIT ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെയും ഒക്കെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ഗ്രൂപ്പ് എ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെവൽ കർവ് എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ? ലെവൽ കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കർവ് അലോങ് വിച്ച് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഗിവ്സ് എ കോൺസ്റ്റൻറ്റ്. അല്ലെ, ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുന്ന കർവിനെയാണ് നമുക്ക് ലെവൽ കർവ് എന്ന് വിളിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്തായിരുന്നു ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ? നമ്മളിപ്പുറത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ലെവൽ കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കർവ് അലോങ് വിച്ച് ദ ഫംഗ്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓർ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ ലെവൽ കർവ് എന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഉദാഹരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ലെവൽ കർവുകൾ ഞാനിങ്ങനെ നോട്ടായിട്ട് തന്നായിരുന്നു. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്, റഫ് സ്കെച്ച് എന്താണ്, അതേപോലെ എലിപ്സ്, അതേപോലെ പരാബോള, ഹൈപ്പർബോള, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള, ഇതൊക്കെ ഞാൻ നോട്ടായിട്ട് നിങ്ങൾക്ക് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ലെവൽ കർവിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ക്വസ്റ്റ്യനെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലെവൽ കർവിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. സോ അപ്പോൾ അതിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ. ഫൈൻഡ് ദ ലെവൽ കർവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് വൈ എന്തായിട്ട് എടുക്കണം? ഒരു കോൺസ്റ്റൻറ്റ് കെ ആയിട്ട് എടുക്കണം. ശരിയല്ലേ? സോ അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. ഇനി കെക്ക് ഇവർ പറയുന്ന വാല്യൂസ് കൊടുക്കുമ്പോൾ ഉള്ള ലെവൽ കർവ് ഫൈൻഡ് ചെയ്താൽ മതി, സ്കെച്ച് ചെയ്യണ്ട. വരയ്ക്കണമെങ്കിൽ അവർ എടുത്ത് പറയും സ്കെച്ച് ദ ലെവൽ കർവ് എന്ന് പറഞ്ഞ് പറയും. ഇവിടെ സ്കെച്ച് ചെയ്യേണ്ട, നമ്മൾ ആ ലെവൽ കർവ് എന്താണെന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം കെക്ക് വരെ -1 കൊടുക്കാം. കെ ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എന്താണ് കിട്ടുക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. ഇപ്പോൾ എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്. വൈ എന്താണ്? ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മൈനസ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ രണ്ട് ടൈപ്പ് ഹൈപ്പർബോള പഠിച്ചിട്ടുണ്ട്. എന്നാണ്? ഒന്ന് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളൊരു ഹൈപ്പർബോള പഠിച്ചിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് വരും. എയും ബി ഇൻ്റർചേഞ്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ മൈനസ് വന്നാലും എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഉണ്ട്, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ എ ഹൈപ്പർബോള ആയിരിക്കും. അല്ലെങ്കിൽ ഈ സെക്കൻഡ് ടൈപ്പ് ഹൈപ്പർബോളനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വീണ്ടും അടുത്തൊരു ഹൈപ്പർബോള കിട്ടും. അങ്ങനെ ഹൈപ്പർബോളയാണെന്നുള്ള കാര്യം എന്തായാലും കൺഫേംഡ് ആണ്. അതായത് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വന്നിട്ട് നടുക്കൊരു മൈനസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ, സോ ദ ലെവൽ കർവ് ഈസ് എ ഹൈപ്പർബോള. ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർബോളയാണ്. അത് നിങ്ങൾ എഴുതി വെക്കണേ. ദ ഐഡൻറ്റിഫൈഡ് ലെവൽ കർവ് ഈസ് എ ഹൈപ്പർബോള എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇത് വരയ്ക്കാൻ പോകണ്ട, കാരണം ഫൈൻഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത എന്താണ്? കെ ഇസ് ഈക്വൽ ടു 0. കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ ചെയ്യാം? കെക്ക് പകരം 0 കൊടുത്താൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നിലവിൽ എനിക്കത് പ്രത്യേകിച്ചൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആദ്യം എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ഉള്ള ടേം ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ എന്താണ് വരിക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു എന്നാക്കിയാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുവേണ്ടി ബി സ്ക്വയറും കൂടി ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നാക്കാം. അവിടെ നിന്ന് വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ എ എക്സ് എന്ന് വരും അല്ലേ? ഞാൻ രണ്ട് സൈഡിൽ റൂട്ട് എടുത്തത്. വൈ സ്ക്വയറിൻ്റെ റൂട്ട് വൈ ആണ്. ഇവിടെ ബി ബൈ എ ഒക്കെ ഉള്ളതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് കൊടുക്കണം. ബി ബൈ എ, ബി സ്ക്വയറിൻ്റെ എ സ്ക്വയറിൻ്റെ റൂട്ട് ബി ബൈ എ, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കർവുകൾ കിട്ടുന്നുണ്ട്. ഒന്ന് വൈ ഈക്വൽ ടു ബി ബൈ എ എക്സ്, അല്ലെങ്കിൽ y ഈക്വൽ ടു മൈനസ് ബി ബൈ എക്സ്. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം y ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്? y ഈസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ ആണ്. അറിയാത്തവരുണ്ട് എഴുതി വെച്ചോണേ.
y ഈക്വൽ ടു mx എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? y ഈക്വൽ ടു mx. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. y ഈക്വൽ ടു b/a ഉണ്ട്, y ഈക്വൽ ടു -b/a ഉണ്ട്. അപ്പോൾ നമ്മുടെ ലെവൽ കർവ് എന്ന് പറയുന്ന രണ്ട് കർവുകൾ വരും. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടെന്നുള്ളത് എഴുതണേ. 2 സ്ട്രെയിറ്റ് ലൈൻസ് പാസിങ് ത്രൂ ഒറിജിൻ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എവിടെ കൂടെ പാസ് ചെയ്യുന്നു? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ദ ലെവൽ കർവ് ഈസ് two straight lines passing through എന്താണ്? ഒറിജിൻ. 2 straight lines passing through ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കെയുടെ വാല്യൂ 1 ആകുമ്പോൾ ഉള്ളതും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ചോദ്യം കംപ്ലീറ്റ് ആയി. k ഈസ് ഈക്വൽ ടു 1, അതായത് x² മൈനസ് y² b² ഇസ് ഈക്വൽ ടു 1. സിംപ്ലി ഇതെന്താണ്? ഹൈപ്പർബോളയാണ്. ദ ലെവൽ കർവ് ഇസ് എ ഹൈപ്പർബോള. ഓക്കെ, ഇപ്പോൾ 3 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലെവൽ കർവ് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ലെവൽ കർവ് ഓഫ് ദ ഫംഗ്ഷൻ f of xy is equal to x² plus 2y for k is equal to -2, 0, 2. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്താണ്? f of xy is equal to കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് x² plus 2y is equal to ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. ആദ്യം കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം കെയുടെ വാല്യൂ -2 ആവുന്ന കേസ്. അപ്പോൾ എന്താണ് വരിക? x² plus 2y is equal to -2. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x² ഈക്വൽ ടു -2 - 2y, അതായത് x² ഇസ് ഈക്വൽ ടു -2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി y + 1 എന്ന് വരും. ശരിയല്ലേ? -2y - 2. ഇതെന്താണ് സാധനം? എക്സിന് സ്ക്വയർ വൈക്ക് സ്ക്വയർ ഇല്ല. അപ്പോൾ അതെന്തായിരിക്കും? x² ഈക്വൽ ടു 4ay എന്ന് പറയുന്ന സാധനം എന്താണ്? അതൊരു പരാബോളയാണ്. സോ ദ ലെവൽ കർവ് ഇസ് എ പരാബോള. ലെവൽ കർവ് എന്താണെന്ന് എഴുതി വെച്ചാൽ മതി. പരാബോളയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മതി. അത് സ്കെച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, കാരണം ഫൈൻഡ് ചെയ്യാനേ പറയുന്നുള്ളൂ. ഫൈൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഏത് ചിത്രമാണ് കിട്ടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ പരാബോളയാണ് കിട്ടുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പരാബോളയുടെ സ്റ്റാൻഡേർഡ് നമുക്കറിയാം. എന്താണ്? x² ഇസ് ഈക്വൽ ടു 4ay. ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടെക്സ് ഒറിജിനായിട്ടുള്ള പരാബോളയാണിത്. വെർട്ടെക്സ് നമ്മൾ ഒറിജിനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താൽ x - x0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4a ഇൻറ്റു y - y0 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ x0 0 ആയിട്ടുള്ളതും y0 -1 ആയിട്ടുമുള്ളതും ഉള്ള, അപ്പോൾ 0 - 1ലേക്ക് വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാബോളയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, സംഭവം പരാബോള തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വരയ്ക്കണമായിരുന്നെങ്കിൽ ഈ സെൻറ്ററൊക്കെ വെർട്ടെക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്താലേ നമുക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ വരയ്ക്കാൻ പറയാത്തത് കൊണ്ട് ഈ പ്രോബ്ലത്തിൽ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, വരയ്ക്കാൻ പറയുന്ന പ്രോബ്ലംസും ഉണ്ട് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പരാബോള എന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത വാല്യൂ -2ൻ്റെ ആണ് നമ്മളിപ്പോൾ നോക്കിയ. അടുത്ത എന്താണ്? 0ൽ എന്താണെന്ന് നോക്കാം. k ഇസ് ഈക്വൽ ടു 0, അതായത് x² plus 2y ഇസ് ഈക്വൽ ടു 0. x² ഈക്വൽ ടു -2y. ഇത് എന്ത് തന്നെയാണ്? ഇതും പരാബോള തന്നെയാണ്. ഓക്കെ, ആ കാര്യത്തിൽ സംശയമില്ല. x² ഈക്വൽ ടു -4ay ഡൗൺവേർഡ് പരാബോളയാണ്. ഇനി അടുത്ത പറയുന്ന വാല്യൂ എന്താണ്? k ഇസ് ഈക്വൽ ടു 2 ആവുമ്പോൾ എന്താണ്? അതായത് x² plus 2y ഇസ് ഈക്വൽ ടു k² 2 ആണ്. അവിടുന്ന് x² ഈക്വൽ ടു 2 - 2y, അതായത് x² ഈക്വൽ ടു -2 ഇൻറ്റു y - 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -2y + 2 തിരിച്ചു കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്താണ്? x² ഈക്വൽ ടു -4ay ഡൗൺവേർഡ് ആയിട്ട് വരുന്ന പരാബോളയാണ്. സോ ദിസ് ഈസ് ഓൾസോ എന്താണ്? എ പരാബോള. ദ ലെവൽ കർവ് ഇസ് എ പരാബോള. ഐഡന്റിഫിക്കേഷൻ മാത്രം മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. സ്കെച്ച് ദ ലെവൽ കർവ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്കെച്ച് ചെയ്യാനുള്ളതാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് f of xy ഈക്വൽ ടു √9 - x² - y². ഓക്കെ, സോ ഇതിനകത്ത് അവർ വാല്യൂസ് ക്വസ്റ്റ്യനകത്ത് തരുന്നുണ്ട്. ഞാൻ അതിനകത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ.
വാല്യൂസ് അവർ തരുന്നുണ്ട്. കെയുടെ വാല്യൂസ് പറയുന്നുണ്ട്. കെ ഇസ് ഈക്വൽ ടു 0, 1, 2, 3. കെയുടെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഈവൻ ക്വസ്റ്റ്യനിൽ വാല്യൂ ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കയ്യിൽ നിന്നിട്ട് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. 1-2 നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക, ഒരു 0 കൊടുക്കുക, 1-2 പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ പറയുന്ന ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് വൈ ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുക. 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അപ്പുറം എടുത്താൽ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആവും. ഓൾറെഡി 9 ഉണ്ട്, കെ സ്ക്വയർ ഇപ്പോൾ എടുത്താൽ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് കെ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. അവിടെയാണ് വാല്യൂസ് കൊടുക്കുന്നത്. കേക്ക് വരാൻ 0 കൊടുത്താൽ എന്താണ് കിട്ടുന്നത്? നമ്മൾ സ്കെച്ച് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ കേട്ടോ. കേക്ക് 0 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് 0 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. ഇതെന്താണ് സാധനം? സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് 3. കാരണം സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അവിടെ എച്ച് കോമ കെ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററും ആർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസും ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ 0 ആകുമ്പോഴാണ് എപ്പോഴും എച്ച് കെ 0 ആകുമ്പോഴാണ് വെറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരുന്നത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം മനസ്സിലാക്കണം. സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആയിരിക്കും. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ റൂട്ട് ആയിരിക്കും റേഡിയസ്. ഇപ്പം 9 ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ, റൂട്ട് 9 ആയിരിക്കും റേഡിയസ്. റൂട്ട് 9 3 ആണെന്ന് അറിയാലോ. അപ്പോൾ ഇറ്റ് ഈസ് എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് എന്താണ്? 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് വരയ്ക്കണം. അത് വരയ്ക്കുന്നത് കൊണ്ട് നമ്മളത് ഐഡൻറ്റിഫിക്കേഷൻ്റെ സ്റ്റെപ്പുകൾ കാണിക്കേണ്ട, ജസ്റ്റ് അത് വരച്ച് വെച്ചാൽ മതി. സർക്കിൾ ആണെന്ന് മനസ്സിലായി, സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആണെന്ന് മനസ്സിലായി, റേഡിയസ് 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല സ്കെയിലൊക്കെ ഉപയോഗിച്ച് വൃത്തിക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ ഈ റൈറ്റിംഗ് പാഡിനകത്ത് ഈ പെന്ന് വെച്ചിട്ട് വരയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ എഴുതുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഈ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ വളവും തിരിവൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കുക. എക്സാമിനൊക്കെ പ്രസൻറ്റ് ചെയ്യും. ഈവൻ നിങ്ങൾ പഠിക്കുമ്പോൾ പോലും റഫായിട്ട് വരയ്ക്കുകയാണെങ്കിലും എക്സാമിന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. അപ്പോൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആണ്, റേഡിയസ് 3 ആണെന്ന് മനസ്സിലായി. റേഡിയസ് ഏകദേശം 3 വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ നിങ്ങൾ ഇതേപോലെ വരയ്ക്കുക. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ സർക്കിൾ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതേപോലെ തന്നെ എന്ത് മാർക്ക് ചെയ്യുക? കെ മാർക്ക് ചെയ്യുക. ആ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. കെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് 2 മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത നോക്കാം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത കെ വാല്യൂ 1 ആണ്. കെ വാല്യൂ 1 കൊടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 മൈനസ് 1 സ്ക്വയർ. 9 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ രൂപത്തിൽ എഴുതണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 8ൻ്റെ സ്ക്വയർ എന്ന് എഴുതണം. എന്തായാലും ആർ സ്ക്വയർ എന്നുള്ള രീതിയിലാക്കണമല്ലോ. കാരണം നമുക്ക് 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? റൂട്ട് 8ൻ്റെ സ്ക്വയർ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ റൂട്ട് 8 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ ഓൾസോ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. അപ്പോൾ റൂട്ട് 8ൻ്റെ വാല്യൂ ആണല്ലോ. റൂട്ട് 8 ഞാൻ സൈഡിലോട്ട് ചെയ്യുന്നുണ്ട്. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. ഞാനിപ്പോൾ അല്ലാതെ ചെയ്യാണ്. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 8നെ എനിക്ക് 4 × 2 എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് 4 2 വരും, ബാക്കി 2 റൂട്ട് വരും. 2 × 1.414 എന്ന് വരും. അതായത് 2.828 എന്ന് വരും. ഓക്കെ, അറൗണ്ട് 2.8 ആണ് നമുക്ക് റൂട്ട് 8ൻ്റെ വാല്യൂ വരും. ഇപ്പോൾ 2.8 എന്ന് പറയുമ്പോൾ 3യുടെ തൊട്ട് താഴെ വരും. ഓക്കെ, ഏകദേശം ഒരു 2.8 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ. 3യുടെ താഴെയാണേ, 3യുടെ താഴെ 2.8 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ. ഇപ്പം സർക്കിൾ വരച്ച ഉടനെ തന്നെ എൻ്റെ 2 ജോലിയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യുക, 2.8 റേഡിയസ്. പിന്നെ അതിൻ്റെ കെ വാല്യൂ മാർക്ക് ചെയ്യുക. സർക്കിളിൽ കെ വാല്യൂ 1 ആണ്.
കെ വാല്യൂ കെ ഇസ് ഈക്വൽ ടു 1. ഞാനിത് കുഞ്ഞായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കെ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്ത നോക്കാം. കെക്ക് 2 വാല്യൂ കൊടുക്കുക. കെ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 മൈനസ് 2 സ്ക്വയർ. അതായത് 9 മൈനസ് 4. 9 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് റൂട്ട് 5ൻ്റെ സ്ക്വയർ എന്നാക്കണം. ഓക്കെ, റൂട്ട് 5ൻ്റെ സ്ക്വയർ. റൂട്ട് 5 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.2 സംതിങ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.236. 2.236 ആണ് കേട്ടോ. അപ്പോൾ അത് വരയ്ക്കുക. 2.236 വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ 2.9 താഴെ അല്ലെങ്കിൽ 2.8 താഴെ, 2.8 താഴെ ആയിരിക്കും. 2.2 ആണ് വരിക. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി 2.2 ഏകദേശം ഇങ്ങനെ വരുന്ന ഒരു സർക്കിളായിരിക്കും. നമുക്ക് അതിൻ്റെ ഇൻസൈഡ് 2.2. ഓക്കെ, 2.2 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ, ഓൾസോ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് വരുന്നത് എത്രയാണ്? 2.2 ആണ്. അതിൻ്റെ റേഡിയസ് 2.2 ആണ്, ഓൾസോ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആണ്. അതിൻ്റെ കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ, ആ ഇൻസൈഡ് വരുന്ന സർക്കിളിൻ്റെ കെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലാസ്റ്റ് വൺ, കെ ഇസ് ഈക്വൽ ടു 3 ആവുന്ന കേസ് നോക്കാം. കെ ഇസ് ഈക്വൽ ടു 3. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 9 മൈനസ് 3 സ്ക്വയർ ഈസ് 9. 9 മൈനസ് 9 ഈസ് 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. സെൻറ്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് 0 ഡിനോട്ട്സ് ദ ഒറിജിൻ ഇറ്റ് സെൽഫ്. സർക്കിളായി ഫോം ചെയ്യുന്നില്ല അവിടെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈസ് ഒറിജിൻ ഓൺലി. നമുക്കറിയാവുന്ന കാര്യം. 2 നമ്പേഴ്സ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് ഉത്തരം 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സ് 0 ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒറിജിൻ തന്നെയാണ്. അപ്പം ഒറിജിൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക. ആ ഒറിജിൻ തന്നെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒറിജിൻ ആണ് എന്ത്? കെ ഈക്വൽ ടു 3 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻ്റെ അവിടെ എന്ത് മാർക്ക് ചെയ്യണം? കെ ഇസ് ഈക്വൽ ടു 3 മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇച്ചിരി വലുതാക്കി വരയ്ക്കുമ്പോൾ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരിക. നന്നായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക എല്ലാം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, മുന്നോട്ട് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇവരുടെ വാല്യൂസ് അവർ പറയുന്നില്ല. ഇസഡ് ഈക്വൽ ടു എക്സ് വൈയുടെ ലെവൽ കർവ് ഞാൻ നോട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ ലെവൽ കർവ് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ആണ്. ആദ്യം ചെയ്യേണ്ട ഇസഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അഡിക്കേറ്റ് ചെയ്യുക. അതായത് എക്സ് വൈ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇസ് എ റെക്റ്റാങ്കുലർ, എന്താണ് വരിക? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ജനറലി എന്താണ്? ഇതൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോൺസ്റ്റൻസ് കൊടുത്തിട്ട് വേണം വരയ്ക്കാൻ. കെ ഇസ് ഈക്വൽ ടു, ഞാൻ ചൂസ് ചെയ്യുന്ന വാല്യൂസ് ഇവിടെ പ്രത്യേകിച്ച് വാല്യൂ പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ -1 ചൂസ് ചെയ്യും, 0 ചൂസ് ചെയ്യും, 1 യൂസ് ചെയ്യും. ഓക്കെ, 3 വാല്യൂവിന് വരച്ചാൽ മതി. അല്ലെ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ, -2 കൂടെ കൊടുക്കാം. -2, -1, 0, 1, 2 അങ്ങനെ പോട്ടെ. കെ ഇസ് ഈക്വൽ ടു -2, -1, 0, 1, 2. ഓക്കെ, കെ ഈക്വൽ ടു -2 ആണെങ്കിൽ എന്താണ് വരിക? എക്സ് വൈ ഇസ് ഈക്വൽ ടു -2. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ -2 വരണം. അപ്പോൾ 2 നമ്പേഴ്സ് പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് -2 കിട്ടില്ല. 2 നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിലും -2 കിട്ടില്ല. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ പോസിറ്റീവ് ആവുന്ന രീതിയിൽ കിട്ടാം. എന്താണ്? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണെങ്കിലും -2 കിട്ടാം. എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആണെങ്കിലും കിട്ടാം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ ക്വാഡ്രൻറ്റിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാൻ. ഓക്കെ, ഏതൊക്കെ ക്വാഡ്രൻറ്റിൽ അത് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ആംഗിളിൽ ചിന്തിക്കാം. നോക്കിക്കേ. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് പറഞ്ഞേ, എക്സ് വൈ ഈക്വൽ ടു -2 ഏതൊക്കെ ക്വാഡ്രൻറ്റുകളിൽ വരാം? ഒന്ന്, എക്സ് പോസിറ്റീവ് ആണെങ്കിലും വൈയും നെഗറ്റീവ് ആയിരിക്കണം. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ വൈ നെഗറ്റീവ്, ഇങ്ങനെ വരാം, ഈ ക്വാഡ്രൻറ്റിൽ വരാം അല്ലേ? യെസ്. അതേപോലെ തന്നെ അവിടെ വരികയാണെങ്കിൽ അടുത്ത പോസിബിലിറ്റി നേരെ ഇവിടെ ആയിരിക്കും. യെസ്, ഇപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? കെ ഇസ് ഈക്വൽ ടു -2. കെ ഇസ് ഈക്വൽ ടു -2. കെ ഇസ് ഈക്വൽ ടു -2. ഇത് രണ്ടും കെ ഈക്വൽ ടു -2നെയാണ് കാണിക്കുന്നത്.
ഇനി കെ ഇസ് ഈക്വൽ ടു -1 വരുമ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു -1. അത് ഇതേപോലെ തന്നെയാണ്. ഞാൻ -1 ആയതുകൊണ്ട് അതിൻ്റെ താഴെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ വരും. യെസ്, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ -1. കെ ഈക്വൽ ടു -1. കെ ഇസ് ഈക്വൽ ടു -1. ഇനി അടുത്ത കെ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സ് ഗുണിച്ച് 0 കിട്ടുന്നത് എന്താണ്? അത് ഒറിജിൻ തന്നെയാണ്. 0 × 0. അപ്പോൾ ആ ഒറിജിൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. ആ ഒറിജിൻ്റെ അവിടെ കെ ഇസ് ഈക്വൽ ടു 0 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഏതൊക്കെയാണ്? കെ ഇസ് ഈക്വൽ ടു 1, അതായത് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1. എക്സ് വൈ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സും പോസിറ്റീവ് ആയിരിക്കണം, വൈയും പോസിറ്റീവ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അത് കെ ഇസ് ഈക്വൽ ടു 1. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് വാല്യൂ 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതും കെ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ കെ ഈക്വൽ ടു 2. കെ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ അത് എവിടെ വരും? അത് ഇവിടെ വരും. എക്സ് വൈ ഇസ് ഈക്വൽ ടു 2. ഇത് കെ ഇസ് ഈക്വൽ ടു 2. അതിൻ്റെ താഴെ വരും കെ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ രീതിയിലാണ് വരിക? ലെവൽ കർവ് വരുന്നുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ കർവ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഈ ക്ലാസ്സിൽ അതായത് ലെവൽ കർവ് പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. വേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഞാൻ 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള എക്സ് വൈ ഇസ് ഈക്വൽ ടു സി. അതിൻ്റെ ഫിഗർ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വരച്ച് വെച്ചാൽ തന്നെ മാർക്കായി. ഇതിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചോദിക്കില്ല. ജസ്റ്റ് സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യനെ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കയ്യിൽ നിന്ന് 2-3 വാല്യൂ കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് ഈ ചിത്രം അങ്ങ് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. ഇത് നിങ്ങളുടെ തോമസ് കാൽക്കുലസിൽ പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണേ. സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ -1 ഫോർ സി ഇസ് ഈക്വൽ ടു. അവർ കോൺസ്റ്റൻറ്റിനെ അവർ ചിലപ്പോൾ കെ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സി എന്ന് വിളിക്കാം. ഇവരവിടെ ഒരു സി എന്നാണ് വിളിച്ചേക്കുന്നത്. -3, -2, -1, 0, 1, 2. ഓക്കെ, ദെൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സംതിങ്, ഒരു കോൺസ്റ്റൻറ്റ് കെ യുമായിട്ട് എടുക്കുക. ഇവർ സി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സി എന്ന് എടുക്കുവാണേ. ഇവർ സി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ സി എന്ന് തന്നെ എടുക്കുകയാണേ. അപ്പോൾ എന്താണ് വരുന്നത്? പറഞ്ഞേ എക്സ് പ്ലസ് വൈ -1 ഇസ് ഈക്വൽ ടു സി. ഓക്കെ, അവിടുന്ന് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് 1 എന്ന് വരും. -1 ഇപ്പോൾ എടുക്കാം. ഇനി ഓരോ സി വാല്യൂ എടുക്കുക. സി ഈക്വൽ ടു -3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -3 + 1 ദാറ്റ് ഈസ് -2. ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -2. അത് പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? +2 ഇനിക്വാളിറ്റി എന്നുള്ള ചാപ്റ്ററിൽ. +1 ഇനിക്വാളിറ്റിയുടെ കണ്ടിന്യൂഷൻ +2 പഠിക്കാനല്ലേ, അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ഇങ്ങനെ ടാബുലാർ കോളം വരയ്ക്കുക അല്ലേ? ടാബുലാർ കോളം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് വൈ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഡയഗണലായിട്ട് 0 കൊടുക്കുക. അത് എക്സിൻ്റെ അവിടെ 0 കൊടുക്കുക, ഡയഗണലായിട്ട് വൈയുടെ അവിടെ 0 കൊടുക്കുക. ഇനി നോക്കുക, എക്സിന് 0 കൊടുത്താൽ വൈ എനിക്ക് -2 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സ് എനിക്ക് -2 കിട്ടും. അപ്പോൾ 2 പോയിന്റുകളായി. 0 -2 ഒരു പോയിന്റ്, -2 0 ഒരു പോയിന്റ്. ഈ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം? ലൈൻ വരയ്ക്കണം. ശരിയല്ലേ? യെസ്, നോക്കിക്കേ. 0 -2 -2 0. അപ്പോൾ എക്സാമിന് ഇത് വരുവാണെങ്കിൽ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് നന്നായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ റഫായിട്ട് വരയ്ക്കാൻ എനിക്ക് നിർവാഹമുള്ളൂ. അപ്പോൾ 0 -2, എക്സിന് 0 വൈക്ക് -2 ഞാൻ ഇവിടെ 0 -2. ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന ആൻസർ ഞാൻ ഫിഗർ അടുത്ത സ്ലൈഡിൽ കാണിക്കാമേ. ഇവിടെ -2 0. ഓക്കെ അല്ലേ? എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ലൈൻ വരയ്ക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ. ഇനി അടുത്ത് നോക്കുക. അതേപോലെ ഓരോന്നും വരയ്ക്കുക കേട്ടോ. ഞാൻ എല്ലാം ഒന്നും വരയ്ക്കാൻ നിൽക്കുന്നില്ല. ഞാൻ 2-3 കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി ഞാൻ ടെക്സ്റ്റിലെ ഫിഗർ കാണിക്കാം. ബാക്കി 2-3 നിങ്ങൾക്ക് തന്നെ വരയ്ക്കാമല്ലോ. അടുത്ത എന്താണ്? സി വാല്യൂ ആരാവുന്ന നോക്കുക. സി വാല്യൂ -2 ആവുന്ന നോക്കുക. സി ഇസ് ഈക്വൽ ടു -2. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -2 + 1 ദാറ്റ് ഈസ് -1. അപ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് കിട്ടണം? -1 കിട്ടണം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ടാബുലാർ കോളം വരയ്ക്കുക. പോയിന്റ് കണ്ടുപിടിച്ചൂടെ? എക്സ് വൈ 0 0 ഇങ്ങനെ ഡയഗണലായിട്ട് കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ വൈ -1, വൈക്ക് 0 കൊടുത്താൽ എക്സ് -1. പോയിന്റുകൾ 0 -1 -1 0.
ഇത് രണ്ടുമാണ് പോയിന്റുകൾ. 0 -1 ഇവിടെ വരും അല്ലേ, 0 -1 -1 0 എന്നുള്ള പോയിന്റ് ഇവിടെ വരും, -1 0. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ അല്ലേ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കട്ടെ. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, C = -3 ആയിരുന്നു ഇത്, ഇതിന് നമുക്ക് C = -2 ആയിരുന്നു. ഇനി അതേപോലെ എന്ത് ചെയ്യുക, അടുത്തത് -1 ആണ് വന്നേക്കുന്നത്, ശരിയല്ലേ. C = -1 കൊടുത്താൽ x + y = -1 + 1 എന്ന് വരും അല്ലേ, x + y = 0 എന്ന് വരും. അതായത് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൈക്ക് 0 കിട്ടും, ശരിയല്ലേ. എക്സ് 0 0, എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0, വൈക്ക് 0 കൊടുത്താൽ എക്സിന് 0. പോയിന്റുകൾ ഒറിജിനാണ് 0 0 0 0. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുക. കണ്ടോ, ആ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ലൈൻ വരയ്ക്കുക. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ C = -1, C = -1. അടുത്ത് C = 0 വരച്ചേ. C = 0 ആണെങ്കിൽ x + y = എന്താണ്, x + y = C + 1 ആണ്. അപ്പോൾ 0 + 1 എന്ന് പറഞ്ഞാൽ 1. x + y 1 കിട്ടണം അല്ലേ, x + y = 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ടാബുലാർ കോളം വരയ്ക്കുക, എക്സും വൈയും മാർക്ക് ചെയ്യുക, ഡയഗണലായിട്ട് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ വൈക്ക് 1, വൈക്ക് 0 കൊടുത്താൽ എക്സിന് 1. അപ്പം 1 1 എന്താണ്, 0 1 1 0 അല്ലേ, പോയിന്റുകൾ 0 1 1 0. ശ്രദ്ധിച്ചിരിക്കണേ. എക്സ് ആക്സിസിൽ 1 0 ടച്ച് ചെയ്യുന്നുണ്ട്, എക്സ് ആക്സിസിൽ 1 0 ടച്ച് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിൽ ഇവിടെ 0 1 ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ടച്ച് ചെയ്യുന്ന രീതിയിൽ 0 1 1 0 ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അവിടുത്തെ C വാല്യൂ എന്താണ്, 0 ആണ്, C വാല്യൂ 0. ഇനി അടുത്ത് C = 1 വരെ ഞാൻ 0 പറഞ്ഞു, ഇനി C 1 കൂടെ ഞാൻ പറയാം, 2 ഉം 3 ഉം നിങ്ങൾ വരച്ചോണേ. C = 1 ആവുന്ന കേസ്, അപ്പോൾ എന്താണ്, x + y = C + 1, x + y = 1 + 1, x + y = 2 വരും, ശരിയാണല്ലോ. യെസ്, ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ടാബുലാർ കോളം വരയ്ക്കുക, എക്സും വൈയും മാർക്ക് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക, ഡയഗണലായിട്ട് അങ്ങ് 0 കൊടുത്ത് വയ്ക്കുക. എക്സിന് 0 കൊടുത്താൽ y 2 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ x 2 കിട്ടും. പോയിന്റുകൾ 0 2 ഉം 2 0യും, എക്സും വൈയും കൂടെ വെച്ചിട്ട് വേണം പോയിന്റ് എഴുതാൻ കേട്ടോ. അപ്പോൾ 0 2 എന്നുള്ളത് പോയിന്റ് ഇവിടെ വരും, 2 0 എന്നുള്ള പോയിന്റ് ഇവിടെ വരും അല്ലെ, 2 0. ഇനി അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ 0 2 ഉം 2 0യും കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ ലൈനിൽ നമുക്ക് കിട്ടുന്ന C വാല്യൂ എന്താണ്, C വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി C വാല്യൂ 2 കൊടുക്കുമ്പോൾ 2 + 1 3 വരും. അപ്പോൾ 0 3 ഉം 3 0യും കൂടെ ഒരു ലൈൻ വരും. 0 അതും കൂടെ വരച്ചിട്ടേക്കാം, ഞാൻ അത് എഴുതുന്നില്ല, ജസ്റ്റ് വരച്ചിടുന്നുണ്ടേ. ഇപ്പോൾ ഇതാണ് C വാല്യൂ 2 വരുന്നത്. ഇനി C വാല്യൂ 3 വരുമ്പോൾ C + 1 3 + 1 4 വരും. അപ്പോൾ 0 4 ഉം 4 0യും കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരും അല്ലേ, 0 4ലും 4 0യിലും കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരും. അപ്പോൾ ഞാൻ ഫുൾ ചിത്രം ഇവിടെ വരച്ചിടുന്നുണ്ട്. ഇവിടെ C വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റിലുള്ള ആൻസറിൻ്റെ ചിത്രം കൂടെ ഞാൻ ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരച്ച സാധനം തന്നെ നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ആൻസർ വരിക. -3 -2 -1 0 1 2 3 C വാല്യൂസ് വരുന്ന രീതിയിൽ പാസ് ചെയ്യുന്ന ആ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഈ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ വരയ്ക്കുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് f(x, y) = √(x + y² - 3). നമ്മുടെ ലെവൽ കർവ് വരയ്ക്കാനുള്ള ഫംഗ്ഷൻ ഇതാണ്. f(x, y) = f(x, y) = √(x + y² - 3). അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറ്റൊരു പോയിന്റിൽ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ സാധാരണഗതിയിൽ നമ്മൾ ആ കോൺസ്റ്റന്റ് ഒരു ക്വസ്റ്റ്യനിൽ തരാറാണ് പതിവ്. ഇപ്പോൾ നമ്മൾ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കേണ്ട സ്റ്റേജിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പോയിന്റ് ഈ ഫംഗ്ഷനിലേക്ക് കൊടുത്ത് ആ f(x, y) = k എന്ന് എഴുതുന്ന ആ കോൺസ്റ്റന്റിന് കൊടുക്കേണ്ട വാല്യൂ കിട്ടും. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ലെവൽ കർവ് കണ്ടുപിടിക്കുക, അത് വരയ്ക്കണം കേട്ടോ. സ്കെച്ച് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എഫ് ഓഫ് 3 - 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സിന് പകരം 3 കൊടുക്കുക പ്ലസ് വൈക്ക് സ്ക്വയർ എടുക്കുന്നുണ്ട് -1 സ്ക്വയർ എടുക്കണം -3. ഇപ്പോൾ ഇവിടെ +3 -3 ക്യാൻസൽ ചെയ്യാം. റൂട്ട് -1ൻ്റെ സ്ക്വയർ 1 ആണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇപ്പോഴാണ് നമുക്ക് കെ കിട്ടിയത്. ദെർഫോർ കെ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ആ പോയിന്റിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിലുള്ള കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഇനി എന്ത് ചെയ്യുക? ലെവൽ കർവ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്താ ടിക്കേറ്റ് ചെയ്യുക? കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ -3 ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അത് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇത് റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുക. രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുമ്പോൾ എന്താ? ഇവിടെ സ്ക്വയർ എടുക്കുക, ഇവിടെ സ്ക്വയർ എടുക്കുക. ഇവിടെ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവും. എക്സ് പ്ലസ് വൈ സ്ക്വയർ -3 ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 + 3 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ ഈക്വൽ ടു 4 - x എന്ന് കിട്ടും. ഓക്കെ, അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് -4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു -4ax. സാധാരണഗതിയിൽ ഇത് വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വൈ സ്ക്വയർ ഈക്വൽ ടു -4ax ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വെർട്ടെക്സ് ഒറിജിൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ പരാബോള ഇങ്ങനെ വരുന്നതെന്ന് അറിയാം. പക്ഷേ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? വെർട്ടെക്സ് ഒറിജിനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ വെർട്ടെക്സ് ഒറിജിനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താൽ ഞാൻ അതെങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ y - y0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -4a × x - x0. അപ്പോൾ ഈ പോയിന്റിലേക്ക് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും x0 y0 വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനം ഇത്. അപ്പോൾ സ്റ്റാൻഡേർഡിലേക്ക് ഒന്ന് കമ്പാരിസണ് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറ്റുന്നുണ്ടേ. y - y0 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു -x - x0 ഇതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ y - 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -x -4 എന്നാക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ y0, ഇതാണ് നമ്മുടെ x0. അപ്പം മാറ്റി വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്ത പോയിന്റ് കിട്ടി. വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഏതാണ്? x0 y0 എന്നുള്ള പോയിന്റിലേക്കാണ് വെർട്ടെക്സ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. വെർട്ടെക്സ് പോയിന്റ് ആണ് x0 y0 എന്ന് പറഞ്ഞാൽ 40യിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഐഡന്റിഫിക്കേഷനേ ഉള്ളായിരുന്നെങ്കിൽ ഇവിടെ ഇതെന്താ പരാബോള എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്കായി. പക്ഷെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ വെർട്ടെക്സ് ഒക്കെ കണ്ടുപിടിക്കണം. 40. അപ്പോൾ 4 പ്രത്യേകിച്ചൊന്നും ഇല്ല, എളുപ്പം 40 വെർട്ടെക്സ് വരുന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഒരു പരാബോള വരച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള ആണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. സോ ഇനി ആ വെർട്ടെക്സ് വരുന്ന പോയിന്റ് 40 ഇവിടെ ആയിട്ട് എടുക്കുക. 40 ഇവിടെ ആണെങ്കിൽ പരാബോള എന്ന് വരച്ചേ ഇങ്ങനെ വരും അല്ലേ? ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള തന്നെ വെർട്ടെക്സ് ഇങ്ങോട്ട് 40യിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? നമ്മുടെ പരാബോള വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു -3y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് പാസസ് ത്രൂ 2, 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പാസ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട് 2, 4. അപ്പോൾ ഈ പോയിന്റിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. എഫ് ഓഫ് 2, 4 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതാണ് ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് 2, 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -3 × വൈക്ക് പകരം 4 കൊടുക്കുക ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോൾ -12 ഡിവൈഡഡ് ബൈ 4 ആൻസർ എന്താ വരുന്നത്? -3. സോ നമുക്ക് ലെവൽ കർവ് വരയ്ക്കാൻ എഫ് ഓഫ് എക്സ് വൈ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ കെയുടെ വാല്യൂ എനിക്ക് -3 കിട്ടിയേക്കുന്നത്. അതായത് -3y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കെക്ക് പകരം -3 കൊടുക്കുക. മൈനസ് ക്യാൻസലായി, 3 ക്യാൻസലായി, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. തിരിച്ചെഴുതിയ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ഇസ് എ അപ്വേർഡ് പരാബോള. ശരിയല്ലേ? മുകളിലേക്ക് ഇരിക്കുന്ന ഒരു പരാബോളയാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay മുകളിലേക്ക് ഇരിക്കുന്ന പരാബോളയല്ലേ? അപ്പോൾ ഇവിടെ വെർട്ടെക്സ് ഒന്നും മാറ്റിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരാബോള തന്നെയാണിത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ പരാബോള. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്കെച്ച് ദ ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു
2x minus 2y divided by x minus y minus 1 at 2 minus 1 എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ജോലി എന്തായിരിക്കും? എഫ് ഓഫ് 2 മൈനസ് 1 കണ്ടുപിടിക്കുക. അപ്പോഴാണ് കെ വാല്യൂ കിട്ടുന്നത് അല്ലേ? കെ വാല്യൂ ആണ് എഫ് ഓഫ് 2 മൈനസ് 1. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് മൈനസ് 1 മൈനസ് 1. ഓക്കെ, അതായത് എക്സിന് പകരം 2 കൊടുക്കുക, വൈക്ക് പകരം മൈനസ് 1 കൊടുക്കുക. 2 ഇൻറ്റു 2 4 മൈനസ് 2 ഇൻറ്റു മൈനസ് 1, അപ്പോൾ അത് പ്ലസ് 2 ആയി. ഡിവൈഡഡ് ബൈ 2, 2 മൈനസ് ചേർന്ന് പ്ലസ് 1 മൈനസ് 1, അത് ക്യാൻസൽ ചെയ്യാം. 4 2 6/2, ആൻസർ എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ കെ വാല്യൂ 3 ആണ്. ഇനി എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് വൈ നിങ്ങൾ കെയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, എങ്കിലാണ് ലെവൽ കർവ് വരയ്ക്കാൻ പറ്റുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2x മൈനസ് 2y ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു കെ വാല്യൂ 3 ആണ്. ക്രോസ് ചെയ്താൽ 2x മൈനസ് 2y ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് 1. ഓക്കെ അല്ലേ? സോ അതായത് 2x മൈനസ് 2y ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3x മൈനസ് 3y മൈനസ് 3 എന്ന് വരും. ഓക്കെ, ഇനി 3x എക്സ് ഒക്കെ ഒരുമിച്ചാക്കാം. 2x മൈനസ് 3x മൈനസ് 2y ഉണ്ട്, മൈനസ് 3y ഇപ്പുറം വരുമ്പോൾ പ്ലസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 3 നമ്മുടെ കയ്യിലുണ്ട്. സോ എന്താ വരുന്നതെന്ന് പറഞ്ഞേ? 2xൽ നിന്നും 3x കുറച്ച് കഴിഞ്ഞാൽ മൈനസ് എക്സ്, മൈനസ് 2y പ്ലസ് 3y എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 3 പ്ലസ് വൈ അല്ലെ? മൈനസ് 2y പ്ലസ് 3y എന്ന് പറഞ്ഞാൽ പ്ലസ് വൈ ആണ്. 2x നിന്ന് 3x കുറച്ചാൽ മൈനസ് എക്സ്, 3y നിന്ന് 2y കുറച്ചാൽ പ്ലസ് വൈ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്ന് വരും. ഓക്കെ, നേരത്തെ ടാബുലർ കോളത്തിൻ്റെ അതേ പരിപാടി തന്നെ ചെയ്താൽ മതി. ഒരു ടാബുലർ കോളം വരയ്ക്കുക, എക്സ് വൈ, എക്സിന് വൈക്ക് ഡയഗണലായിട്ട് 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ മൈനസ് വൈ ഈക്വൽ ടു 3, അവിടുന്ന് വൈ ഈക്വൽ ടു മൈനസ് 3 എന്ന് വരും. വൈക്ക് 0 കൊടുത്താൽ എക്സിന് 3 എന്ന് കിട്ടും. പോയിന്റുകൾ 0 മൈനസ് 3യും 3 0യും. ഓക്കെ, 0 മൈനസ് 3യിലൂടെയും 3 0യിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ലെവൽ കർവ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 0 മൈനസ് 3, എക്സിന്ന് 0, വൈന്ന് മൈനസ് 0 മൈനസ് 3 ഏകദേശം ഇവിടെ വരും. 0 മൈനസ് 3, 3 0 ഏകദേശം ഇവിടെ ആയിട്ട് എടുക്കാം. 3 0 ഇത് രണ്ടിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ഇതാണ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അതിൻ്റെ കെ വാല്യൂ എന്ന് എഴുതി വെക്കണേ. കെ വാല്യൂ എത്രയായിരുന്നു? കെ വാല്യൂ 3 ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെവൽ കർവ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ലെവൽ കർവ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ക്ലാസ്സസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു.